മുന്നോട്ട് പോകാൻ അറിയാത്തവര് നല്ല കണ്ടന്റും അല്ലെ നല്ല എന്റെ വീഡിയോ ഇങ്ങനെ കണ്ടെത്തിരിക്കുക. ഏതായാലും നാട്ടുകാരത് കാണുന്നില്ല, ഞാനെങ്കിലും കണ്ടു വെച്ച് പൈസ ഉണ്ടാക്കട്ടെ. അല്ല ഈ ഏട്ടാ ഈ പൈസ ഒക്കെ ഉണ്ടാക്കി കൂട്ടി വെക്കണേ. അപ്പൊ ഞാൻ പൈസ ഉണ്ടാക്കുന്ന അതിന്റെ പ്രശ്നം. ഞാൻ പറയട്ടെ, നിങ്ങൾ ആഡ്സെൻസ് റെഡി ആയി കൊടുക്കുക, യൂട്യൂബ് ചാനൽ റെഡി ആയി കൊടുക്കാന്ന് പറഞ്ഞാൽ പൈസ വാങ്ങാൻ ചെയ്ത് കൊടുക്കും. ചെയ്ത് കഴിയുമ്പോൾ ഒരു താങ്ക്സ്. നാട്ടുകാരെ ഓരോരുത്തര് ജീവിതമാർഗമായിട്ടാണ് ചാനൽ തുടങ്ങണേ. ഇതുപോലെ കഴിച്ചിലായി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചിന്ത ഓൾക്കും വേണം. അതാ ഞാൻ പറയുന്നത്. ചില ആൾക്കാർ ആഡ്സെൻസ് റെഡി ആയി കൊടുക്കുന്നുണ്ട്, ഓൾക്ക് പൈസ കിട്ടിയാൽ പിന്നെ ഓരോ കടത്തിനെ പറ്റൂ, ഓൾക്ക് ഇത്ര കൊടുക്കാനുണ്ട്, ഇത്ര വരാനുണ്ട്. അത് അതിനകത്രം നമ്മൾ അന്ന് എന്തേനുണ്ടായി, അന്ന് $600 കുടുങ്ങി പോയി. ഒരു കൊല്ലായിട്ട് മൂപ്പർക്ക് കിട്ടുന്നില്ലേ? ഒരു കൊല്ലായിട്ട് ഇല്ലാത്ത കടവും കടപ്പാടും കാര്യങ്ങളും മൂപ്പർക്ക് വരുന്നത്. ഒരു കൊല്ലായിട്ട് മൂപ്പർക്ക് കിട്ടാത്തതാണ്, നമ്മളൊന്ന് എടുത്തെടുത്തതാണ്. അല്ലാണ്ട് പ്രശ്നമല്ല. മൂപ്പർക്ക് കഴിച്ചിലായി പോയിക്കോട്ടെ. ഒരാളാവുമ്പോ ജീവിത മാർഗാണ്, കടാണ്. കോവിഡ് ആകുമ്പോ അതിന്റെ സാഹചര്യങ്ങള് ഒരു കൊല്ലായിട്ടില്ലാത്ത കടപ്പാട് ആ ഒരു ദിവസം കൊണ്ട് വന്ന്. ഏതായാലും ഈ ചെയ്യണ പരിപാടി ഇല്ലേ, അത് വല്ലതും നിർത്തി ഇയാളെ. എന്താ പരിപാടി? അത് ഞാൻ തന്നെ എന്റെ വീഡിയോ കണ്ട് പൈസ ഉണ്ടാക്കുക. ഈ എന്റെ വീഡിയോ ഈ എന്റെ ചാനലിൽ തന്നെ ഈ എന്നെ കണ്ട് പൈസ ഉണ്ടാക്കല്ലേ? നാളെ തന്നെ പൈസ ആയിട്ട് ഇല്ലാണ്ടാക്കിയോളൂ. ഈ ഒരു സ്ക്രീൻഷോട്ട് നോക്ക്. ഈ സ്ക്രീൻഷോട്ട് എന്താ നോക്ക്. യുവർ അസോസിയേറ്റഡ് ആഡ്സെൻസ് അക്കൗണ്ട് ഹാസ് ബീൻ സസ്പെൻഡഡ്. പൈസ പോവല്ല, അക്കൗണ്ട് തന്നെ പോവാന്നല്ല. നമ്മളെ ചാനലില് മോണിറ്റൈസേഷൻ അങ്ങോട്ട് കട്ടായി. ഇനി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാണ്, അല്ലെങ്കിൽ ആഡ്സെൻസ് ബ്ലോക്ക് ആയി പോയി. ഇനി വേറെ ആഡ്സെൻസ് മാറ്റി കണക്ട് ചെയ്യാൻ പോലും ഒരു ഓപ്ഷനും ഇല്ല. നോർമലി സെക്കൻഡ് സ്റ്റെപ്പ് എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ അക്കൗണ്ടിലേക്ക് മാറ്റി കണക്ട് ചെയ്യാം. ഫിക്സിൻ ആഡ്സെൻസ്, ചേഞ്ച് അസോസിയേഷൻ ഒക്കെ ഉണ്ടോ? ഇത് അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. ഇവിടെ ഒരു ഓപ്ഷനേ ഇല്ല. മെല്ലെ പൂട്ടിച്ചാല് അവന് പൈസ ഉണ്ടാക്കാനുള്ള ആഗ്രഹം ഇന്നോടെ നിർത്തിക്കാള്. അപ്പൊ ഇതെന്താ സംഭവിച്ചെന്ന് വെച്ചാല്, സെക്കൻഡ് സ്റ്റെപ്പ് എറർ വന്നത് ആഡ്സെൻസ് അക്കൗണ്ട് ഹാസ് ബീൻ സസ്പെൻഡഡ്. ആഡ്സെൻസ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്ത് ഇൻവാലിഡ് ക്ലിക്ക് കാരണത്താൽ സസ്പെൻഡ് ചെയ്ത് പോവുക, മോണിറ്റൈസേഷൻ കട്ടായി പോവുക. മാസത്തിൽ നല്ല റവന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നവർ, $400 കിട്ടിയവരുന്നുണ്ട്. അതേപോലെ തന്നെ $4000 മുകളിൽ ഡോളർ മാസത്തിൽ കിട്ടുന്നവരുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടാ. എല്ലാവരും കിട്ടുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ നല്ലോണം ഉണ്ട്. ഇത്രയും ഡോളർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മോണിറ്റൈസേഷൻ അങ്ങോട്ട് കട്ടാവുകയാണ്, ആഡ്സെൻസ് അങ്ങോട്ട് ബ്ലോക്ക് ആവുകയാണ്, അതിൽ ഡോളറുകൾ കുടുങ്ങി പോവാണ്. ഈ ഒരു 2 ആഴ്ചയായി, 2-3 ആഴ്ചയായി, നോമ്പിന് കുറച്ച് മുമ്പായിട്ട് ഒരു 3 ആഴ്ചൻ്റെ ഇടയിൽ ഒരു 4-5 പേര് ഇപ്പോൾ നമ്മളെടുത്ത് ഈ വിഷയമായിട്ട് വന്ന് സെയിം പ്രശ്നമാണ്. ഞാൻ ആഡ്സെൻസിൻ്റെ ബാക്കി എന്ത് ഇഷ്യൂസ് ആണെങ്കിലും നമുക്ക് റെഡിയാക്കാം, 100% നമുക്ക് ഗ്യാരണ്ടി പറയാം. പക്ഷേ ഇൻവാലിഡ് ക്ലിക്കിൻ്റെ കേസിൽ ആര് വന്നാലും ഞാൻ ഗ്യാരണ്ടി പറയൂല. ഇൻവാലിഡ് ക്ലിക്ക് വരുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങളുടെ ചാനൽ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയമൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സേഫ് ആക്കേണ്ടത് എന്നുള്ളത്. ഇൻവാലിഡ് ക്ലിക്ക് വന്നു കഴിഞ്ഞാൽ ഗ്യാരണ്ടി പറയാൻ പറ്റൂല, പക്ഷെ നമുക്ക് ഒരു സാധ്യത പറയാം, ചാൻസ് പറയാം, നോക്കാമെന്ന് പറയാം. ഞാൻ അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം സുഹൈലിൻ്റെ അക്കൗണ്ട് ഇന്നലെ എടുത്തു കൊടുത്ത്. അപ്പോൾ സുഹൈലിൻ്റെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ കട്ടായി, അതിൽ $100 കുടുങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു. ആ പൈസയും നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓൻ്റെ ആഡ്സെൻസ് ബ്ലോക്കായി, സസ്പെൻഡഡ് ആയിട്ടുള്ളത്, അത് റീആക്ടിവേറ്റ് ചെയ്തു. അതേപോലെ തന്നെ മോണിറ്റൈസേഷന് അതിൻ്റെ എററൊക്കെ ഫിക്സ് ചെയ്തു. ചാനൽ മൊത്തം സേഫാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ ഇവൻ്റെ ഇതിൽ ആഡ്സെൻസ് ഇൻവാലിഡിലേക്ക് വന്നത് നമുക്ക് സെറ്റാക്കാൻ പറ്റിയെന്ന് വിചാരിച്ച് നാളെ നിങ്ങൾ ആരെയും കോൺടാക്ട് ചെയ്യുന്ന നേരം ഗ്യാരണ്ടി ഞാൻ പറയില്ല, പക്ഷെ ഞാൻ നോക്കും. ഞാൻ എല്ലാവരോടും പറയും. ഇപ്പോൾ സുഹൈൽ എന്നെ വിളിച്ച സമയത്ത് ഞാൻ നാട്ടിലില്ല, ഞാനൊരു ട്രിപ്പിലാണുള്ളത്. അപ്പോൾ അവനോട് പറഞ്ഞു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ നോക്കാം. ഗ്യാരണ്ടി പറയാൻ പറ്റൂല, നമുക്ക് നോക്കാം. ഒരു ചാൻസ് വേണമെങ്കിൽ ഒരു 15 ദിവസം ഈ ടൈം വാ, അതിനുള്ളിൽ നമുക്ക് നോക്കാം. ഈ 15 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് സർവീസിൻ്റെ കേസിലായാലും ആര് കോൺടാക്ട് ചെയ്യുന്നവർ പറയുന്നതാണ്. ഒരു ടൈം ഞാൻ പറയും, അതിൻ്റെ മുന്നേ കംപ്ലീറ്റ് ചെയ്തു തരും. പക്ഷേ അതേ സ്ഥാനത്ത് ഗ്യാരണ്ടി ഞാൻ പറയില്ല എന്നുള്ളത്. അതായത് വർക്കുകൾ ചിലത് ഗ്യാരണ്ടി പറയുന്നുണ്ടാവും, ചിലത് ഗ്യാരണ്ടി പറയാൻ പറ്റാതെ ഉണ്ടാവും. ഈ ആഡ്സെൻസിൽ തന്നെ ചില ഇഷ്യൂസ് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ചാനൽ ഹാക്കായോ 100% ഗ്യാരണ്ടിയാണ് നമുക്ക് ചാനൽ റിക്കവർ ചെയ്യാന്നുള്ളത്. അത് ഹാക്ക്ഡ് ആണ്, റിക്കവർ ചെയ്യാന്ന് 100% ഗ്യാരണ്ടി ഞാൻ പറയാറുണ്ട്. എത്രയോ ചാനലുകൾ നമ്മൾ എടുത്തു കൊടുത്തത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇടയിൽ പിന്നെ വേറെ കുറേ ആൾക്കാരെ അവരെ കുറ്റപ്പെടുത്തുകയല്ല, കാരണം അവർ
അവർ ഈ വിഷയത്തിലൊന്നും യാഥാർത്ഥ്യങ്ങൾ അറിയാത്തതിൻ്റെ പേരിലാണ്, അവരൊന്നും കുറ്റപ്പെടുത്തില്ല. എനിവേ നമ്മൾ എത്രയോ എടുത്തത് ഈ ചാനലിൽ പറഞ്ഞതുണ്ട്. ഇപ്പം അടുത്ത് ഒരു 1 month 2 month ആയിട്ടല്ലോ ഡോക്ടർ മനോജ് ജോൺസന്റെ ചാനൽ, അത് മനോജ് ജോൺസന്റെ ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ ചാനൽ ഹാക്ക് ആയതിനു ശേഷം അദ്ദേഹം തന്നെ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് റിക്കവർ ചെയ്ത കാര്യങ്ങളെല്ലാം. ഇതേപോലെ ചാനൽ ഹാക്കഡ് ആണോ 100% ഗ്യാരണ്ടി പറയാം. ആഡ്സൻസിന്റെ ഇഷ്യൂസുകൾ എല്ലാ ഇഷ്യൂസിലും 100% ഗ്യാരണ്ടി ഞാൻ പറയുന്നുണ്ട്, റെഡിയാക്കി തരാം എന്നുള്ളത്. അത് യൂട്യൂബിന്റെ കേസിൽ മാത്രമല്ല, വെബ്സൈറ്റുകളുടെ കേസിലായാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കി എടുക്കാം. വെബ്സൈറ്റിൽ നിന്നൊക്കെ നല്ല റവന്യൂ ഉള്ള സാധ്യത ഉള്ളതാണ്, അത് നമ്മൾ സെറ്റാക്കി എടുക്കാം. പക്ഷെ ഇൻവാലിഡ് ക്ലിക്ക് വന്നു കഴിഞ്ഞാൽ അത് ഗ്യാരണ്ടി പറയൽ പോസിബിൾ അല്ല. കാരണം ഇൻവാലിഡ് ക്ലിക്ക് എന്തുകൊണ്ട് വരുന്നതെന്നല്ല. ഇപ്പം ഫാരിസ് ചെയ്ത പരിപാടി കണ്ടോ, സ്വന്തം വീഡിയോസ് ഇരുന്ന് കണ്ടെത്തിരിക, നല്ല പൈസ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കണ്ടെത്തിരികയാണ്. അത് മെയിനായിട്ട് നല്ല ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ്. സുഹൈലിൻ്റെ കേസിൽ സുഹൈൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവനത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ വേറെ എന്ത് ഇഷ്യൂ എന്നുള്ളത് നോക്കിയിട്ട് വേറെ ഇഷ്യൂസ് ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവൻ്റെ നെയിമിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ല ഇഷ്യൂ ആയിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു, യൂട്യൂബിൻ്റെ ടീം പറയുന്നത്, ആഡ്സൻസ് ടീം നമ്മളോട് പറയുന്നുണ്ടായിരുന്നത് അത് ഇൻവാലിഡ് ക്ലിക്ക് എന്നുള്ളതാണ്. ഇൻവാലിഡ് ക്ലിക്ക് വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മളുടെ ചാനലിലുള്ള വീഡിയോസ് നമ്മളായിട്ട് പോയി അത് കാണുക, അതിലുള്ള പരസ്യങ്ങൾ പോയി ക്ലിക്ക് ചെയ്യുക എന്നൊക്കെ ചെയ്തിട്ട്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം പറഞ്ഞുതരാം. ഇവിടെ ഒരുപാട് ടീമുണ്ട്, ചാനൽ മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ $100 ആക്കി തരാമെന്ന് പറഞ്ഞ പൈസ വാങ്ങുന്ന ടീം $100 കംപ്ലീറ്റ് ചെയ്യാൻ എന്തായിരുന്നു ഒരു ടാസ്ക് പരിപാടി ഉണ്ട്. എന്താണ് VPN ഓണാക്കിയിട്ട് VPN ഓണാക്കി യൂറോപ്യൻ സൈഡൊക്കെ ഉള്ള VPN ഓണാക്കി വെക്കുക. എന്നിട്ട് അവിടെ നിന്ന് ആകുമ്പോൾ ഒരുപാട് വലിയ വലിയ പരസ്യങ്ങൾ വരും. അപ്പോൾ നല്ല പൈസ കിട്ടും എന്നുള്ളത്. എന്നിട്ട് ഡെയിലി എന്താണ് ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് ഇങ്ങനെ പരസ്യം കണ്ടെത്തിരിക്കുക. പരസ്യം കണ്ട് അങ്ങനെ കുറേ ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ആഡ്സൻസ് ബ്ലോക്കായി. പക്ഷെ അതിലും എല്ലാവർക്കും റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ആദ്യം ഞാൻ പറഞ്ഞതാണ്, നിങ്ങളായിട്ട് വരുത്തി വെച്ച പണിയാണ്. ഒരു പക്ഷേ കിട്ടിയേക്കാം എന്നേ ഉള്ളൂ എന്നുള്ളത് പറഞ്ഞ്. പക്ഷെ കിട്ടിയ കേസുകളുണ്ട്. കിട്ടിയ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അത് അങ്ങനത്തെ ഒരു കേസിൽ ആളുകളായിട്ടാണ് കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഏകദേശം 4-5 പേരുടെ അത് കിട്ടിയിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ബാക്കി ചിലർ ഇത് കിട്ടിയിട്ടില്ല. നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റാത്തതാണ് ഇൻവാലിഡ് ക്ലിക്ക് എന്ന് പറയുന്നത്. ദയവ് ചെയ്തിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും ഇതേപോലെ ഫാരിസ് ചെയ്ത അതേ പരിപാടി ചെയ്യാതിരിക്കുക. പൈസ യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിതാ ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. യൂട്യൂബിൽ ഒരു ചാനൽ, നമ്മളുടെ ഒരു ചാനലിൻ്റെ കേസ് മാത്രം അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ചാനലിന് ഇപ്പം മന്ത്ലി വരുന്ന ഒരു റവന്യൂൻ്റെ സ്റ്റാറ്റസാണ് $3478.71. ഇത് ലാസ്റ്റ് 28 ഡേയ്സിൻ്റെ കേസ് മാത്രമാണ് ഈ ഒരു ചാനൽ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി അപ്ഡേറ്റ് ഇങ്ങനെ കറക്റ്റ് ചെയ്യാറുണ്ട്. ഈ സ്റ്റോറി നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഓരോ ചാനലും റീച്ച് ആക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്കൊക്കെ ഓർഗാനിക്കലി റീച്ച് ആക്കാം. ഇന്ന് മോണിറ്റൈസ് ആയി, നാളെ നാട്ടുകാരെ മുന്നിൽ കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് $100 ടാസ്ക് മറ്റേതിലൊന്നും പോയി പെടാതിരിക്കുക. വെറുതെ ഓരോന്ന്. ഇനി വേറൊരു ടീമുണ്ട്, കുറച്ച് അറബ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നാണ് മനസ്സിലായത്. ഇവർ 100% ഗ്യാരണ്ടി ഒക്കെ പറയുന്നുണ്ട്. ടാസ്ക്കാണ്, അല്ലാതെ പെയ്ഡ് ആയിട്ടുള്ള പരിപാടി ഒന്നുമല്ല, ടാസ്ക്കാണ്. ഒരു നിലക്കും മോണിറ്റൈസേഷൻ ഇഷ്യൂസ് ഒന്നും വരില്ല, പ്രശ്നമൊന്നുമില്ല. ഈ ടാസ്ക് പങ്കെടുത്താൽ റവന്യൂ നന്നായിട്ട് ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇവരിതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ബാക്കിയുള്ളവർ ചെയ്യാം, എന്നിട്ട് പെട്ടുപോവാണ്. ഒരുപാട് പെടാറുള്ളത് പലപ്പോഴും ലേഡീസാണ് കൂടുതൽ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. ജെൻസും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജെൻസ് കുറേയൊക്കെ ഈ വിഷയങ്ങളിൽ ബോധവാന്മാരാണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എനിവേ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള സ്വന്തം വീഡിയോസുകൾ ഒരിക്കലും ഇതിൽ കാണാതിരിക്കുക. നമ്മളുടെ ഫോണിലൊക്കെ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇത്രയും ചാനൽസ് എല്ലാം ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് 42 ചാനലുകളുണ്ട്. ഇവിടെ കേരളത്തിലുള്ള 200 മുകളിൽ ചാനൽ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഇത്രയും ചാനൽസ് ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ യൂട്യൂബിൽ ബാക്കിയുള്ളവരുടെ വീഡിയോസ് കാണണമെങ്കിൽ ഓരോ വിഷയങ്ങൾക്കും നമ്മൾ നോക്കുന്നത് ഇനി നമ്മളുടെ ചാനലുകളിലൊക്കെ ഉള്ള റിലീസുകൾ കറക്റ്റ് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ മെയിൽ ഐ ഡി ആണ്, അതിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഞാനൊന്നുമില്ല, ഫാരിസ് ഇപ്പോൾ ഇവിടെ റെഗുലറായിട്ട് സ്റ്റാഫായിട്ടില്ല. നിങ്ങൾക്ക് അറിയാം, ഇവിടെ നമ്മളെ ചാനലിലൂടെ തന്നെയാണ് ഫാരിസ് പരിചയപ്പെടുന്നതൊക്കെ. അപ്പോൾ ഫാരിസ് ഇവിടെ ചാനൽ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളായാലും നമ്മൾ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് വേറെ
മെയിൽ ഐ ഡി വെച്ചിട്ട് അതിൽ നിന്ന് കാണുന്നു, അതല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതേപോലെ നിങ്ങളും ചെയ്യുക. അല്ലാതെ സ്വന്തം മെയിൽ ഐ ഡി കയറിയിട്ട് കാണാൻ നിൽക്കുക എന്നുള്ള പരിപാടികളൊക്കെ നിർത്തുക. അതാണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് വീഡിയോ കൂടി കാണിച്ചുതരാം. സുഹൈലിൻ്റെ ഫീഡ്ബാക്ക് വീഡിയോ. സുഹൈലിന് നമ്മളെ റിക്കവർ ചെയ്ത് കൊടുത്തതിൽ അവരുടെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടുവരും. ഹായ്, എൻ്റെ പേര് സുഹൈൽ ട്രിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ചെറിയൊരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആഡ്സൻസ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. എന്ത് കാരണം കൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത് എന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിന് കുറേ മെയിലും കാര്യങ്ങളൊക്കെ അയച്ചു. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് നോക്കി. അതുപോലെ യൂട്യൂബിൽ 1-2 വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു ആഡ്സൻസ് അക്കൗണ്ട് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലുണ്ടായിരുന്നത് 1 മാസത്തേക്കൊക്കെ സസ്പെൻഡ് ചെയ്ത് ആഡ്സൻസ് അക്കൗണ്ട് തിരിച്ചെടുക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് വന്ന മെയിലിൽ എത്ര കാലത്തേക്കാണ് എൻ്റെ ആഡ്സൻസ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തത് എന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെതായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന 1-2 ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവസാനമായിട്ടാണ് ഞാൻ ഉനൈസ് ഖാനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വന്ന ആ ഒരു മെയിലും കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തത്. നീ വാട്സപ്പിൽ വാ എന്ന് പറഞ്ഞു. അങ്ങനെ വാട്സപ്പിൽ ഞാൻ മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ചാനലിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ അതിന് മുമ്പ് വന്ന മെയിലും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇൻവാലിഡ് ക്ലിക്കാണ്, നീ തന്നെ നിൻ്റെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുമ്പൊക്കെ 1-2 വട്ടം എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഞാൻ തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. സ്വന്തം വീഡിയോസ് കാണാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയായിരുന്നു. പിന്നെ ഉനൈസ് പറഞ്ഞു ഞാനൊരു ട്രിപ്പിലാണുള്ളത്, നാട്ടിലെത്തിയതിന് ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം, 100% ഉറപ്പ് തരാൻ പറ്റില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഉനൈസ് ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തിയ സമയത്ത് ഞാൻ ഉനൈസ് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഉനൈസ് പറഞ്ഞു ഒരു 10-15 ദിവസത്തെ ടൈം ഉണ്ടാവും, ആ സമയത്തിനുള്ളിൽ നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. 100% ഉറപ്പ് തരാൻ പറ്റില്ല എന്നും പറഞ്ഞു. അങ്ങനെ എന്തായാലും 3 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു ആഡ്സൻസ് അക്കൗണ്ട് തിരിച്ചെടുത്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ 2 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എൻ്റെ ആഡ്സൻസ് അക്കൗണ്ടിലേക്ക് $100 ആയിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിലെ ഫസ്റ്റത്തെ ആ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഹോൾഡായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതും എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി തരാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഉനൈസ് ഖാനോട് ഒരുപാട് താങ്ക്സ് പറയാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എൻ്റെ ആഡ്സൻസ് അക്കൗണ്ടൊക്കെ തിരിച്ചെടുത്ത് തന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക്സ്. സുഹൈലിൻ്റെ ഒരു അനുഭവമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ ആഡ്സൻസിൻ്റെ കേസിൽ റെഡി ആക്കിയിട്ടുണ്ട് ഒരുപാട് കേസുകൾ. നമ്മൾ അതായത് നോർമൽ ഇഷ്യൂസുകൾ ആഡ്സൻസിന് എന്ത് വന്നാലും 100% നമുക്ക് സെറ്റാക്കാന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയാറുണ്ട്. അതെ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, മുമ്പ് നിഷാദ് ഫാമിങ്ങിൻ്റെത് ഒരു നിലക്കും നടക്കില്ല എന്ന് പല ആൾക്കാരും പറഞ്ഞു. അതേപോലെ സുഹൈലിൻ്റെ കേസിലും സുഹൈൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് വേറെ ആർക്കോ കോൺടാക്ട് ചെയ്ത് ആരും ചെയ്തു തരുന്നില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞിരുന്നു. ഞാനും ഇവരോട് പറഞ്ഞു ഗ്യാരണ്ടി ഒന്നും ഞാൻ പറയില്ലടാ, ഞാൻ നോക്കാം, മാക്സിമം പോയാലും ഒരു 15 ദിവസം നോക്കാം, അതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം, റെഡിയാക്കി എടുക്കാം എന്നുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. എനിവേ നിങ്ങളോട് പറയുന്നത് ഇങ്ങനത്തെ പോയി പെടാതിരിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുക. ഇതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ പറഞ്ഞതിൽ ഇൻവാലിഡിറ്റിയിൽ ടാസ്ക് മറ്റേ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ നിങ്ങൾ പോയി പെടാതിരിക്കണം. അതിൻ്റെ അർത്ഥം സുഹൈൽ അത് ചെയ്തെന്നല്ല, സുഹൈലിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് സുഹൈൽ പറഞ്ഞിട്ടുള്ളത്. എനിവേ നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പോയി പെടാതിരിക്കുക. നല്ല നല്ല യൂട്യൂബ് ടിപ്സ് കാര്യങ്ങൾ തരുന്നതാണ് ജോബി അബ്രഹാം, അതേപോലെ നമ്മളെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം, ഇവരൊക്കെ നല്ല നല്ല ടിപ്സുകൾ തരുന്നുണ്ട്. ഇവരതൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യുക. ഞാനും ടിപ്സ് കാര്യങ്ങൾ ഇടയ്ക്ക് വന്ന് തരാറുണ്ട്. സമയക്കുറവ് കാരണം എപ്പോഴും വീഡിയോ ചിലപ്പം ചെയ്യാൻ പറ്റാറില്ല. എനിവേ നമ്മൾ ഇനിയും അങ്ങോട്ട് വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ലേറ്റ് നൈറ്റ് 1:30 ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന നേരം. ഈ സമയത്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ടൈം കുറവ് മൂലമാണ് ചെയ്യാൻ പറ്റാത്തത്. മെയിൻലി നമ്മളുടെ ഈ വീഡിയോസോ ഈ ചാനലല്ല നമ്മളെ മെയിൻ ചാനൽസ് എന്ന് പറയുന്നത്. പല ആളുകൾക്കും ചിലപ്പോൾ അറിയാം, ഒരുപാട് പേര് നമ്മളെ ഓഫീസിൽ വന്നവരുണ്ട്, അവർക്കൊക്കെ അറിയാം നമ്മളുടെ ഏതൊക്കെ ചാനലുകളുണ്ട്, എങ്ങനെയൊക്കെയാണ് നമ്മളെ ഓഫീസിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരുപാട് പേരെന്ന് പറയുന്നത് അത് കുറച്ച് പേരല്ല. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഒരുപാട് പേര് നമ്മളെ ഓഫീസിൽ എത്രയോ പേര് ഇവിടെ വന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എനിവേ ഈ വിഷയങ്ങളൊക്കെ നോക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി നേരത്തെ ഞാൻ പറഞ്ഞത്
ഇപ്പൊ കേൾക്കുന്ന ആൾക്ക് തോന്നുന്നുണ്ടാവും ഞാനാണ് അല്ലെ എന്നെ ആളാണ്, പക്ഷെ എന്നെ ആളല്ല. ഞങ്ങൾ നേരത്തെ ഞാനും പറഞ്ഞിട്ടുണ്ട് ഓരോ വിഷയത്തിൽ എന്താണ് പലപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഓരോ ഇഷ്യൂസ് കാര്യങ്ങൾ പറയുന്നേരം ഞാനത് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ് ചെയ്തു കൊടുക്കാറുണ്ട്. അതാണ് ഫാരിസ് തന്നെ പറഞ്ഞത്. അത് പൊതുവിൽ എല്ലാവരും പറയുന്ന, അതായത് ഇവരുടെ അടുത്തൊന്നും ഞാൻ ഫീസ് ചിലപ്പം ഒന്നും വാങ്ങാറോ ഒന്നുമില്ല. അത് നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, കാരണം അവരൊന്ന് കഴിച്ചിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ. പലപ്പോഴും ചിലപ്പം അത് നമുക്ക് ബുദ്ധിമുട്ടിലേക്കേ ചിലപ്പം പോവാറുള്ളൂ എന്നുള്ളതാണ്. അത് ഒരാളെ ഉദ്ദേശിച്ചിട്ട് ഇപ്പൊ ഇത് കേൾക്കുന്നേരം നിങ്ങൾ ഒരാളും വിചാരിക്കേണ്ട എന്നെ ഉദ്ദേശിച്ചാണോ ഇത് പറഞ്ഞത്. നമ്മൾ ഒരാളെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. കാരണം ഇങ്ങനത്തെ കുറെ അനുഭവങ്ങൾ വന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരുപാട് കേസുകളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ 1-2 വർഷമായിട്ട് പല ഡോളറുകളും കുടുങ്ങി കിടുന്നത് കിട്ടൂല എന്ന് ഉറപ്പിച്ചത് അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആഡ്സൻസ് ബ്ലോക്കായി പോയ കേസ്, നിഷാദ് ഫാമിങ്ങിൻ്റെ കേസൊക്കെ അറിയാം. അങ്ങനത്തെ ഒരുപാട് കേസുകൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്നേരം ഒരാൾ വിചാരിക്കേണ്ട നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണെന്നുള്ളത്. ജനറലി കുറേ ചില ആളുകൾ ഉണ്ട്. എന്തായാലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ട് എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യണം എന്നുള്ളതാണ് താല്പര്യം. നമുക്ക് ഞാനുണ്ടാവും, ഫാരിസ് ഉണ്ടാവും, അതേപോലെ നമ്മളെ ഷമീം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പേരുണ്ട് വരാൻ. ചാനലിൽ പലപ്പോഴായിട്ട് വന്നവരുണ്ട്. അവരൊക്കെ വീഡിയോസുകളിൽ വരുന്നതായിരിക്കും. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.